വിശദമായ വാർത്തകളിലേക്ക്. വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കുന്നത് വൈകും. ദൗത്യമേഖലയിൽ നിന്ന് കൊമ്പൻ കുന്നിൻ ചെരുവിലേക്ക് മാറിയതാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. RRT സംഘവും കുങ്കിയാനകളും സ്ഥലത്ത് തുടരുകയാണ്. വയനാട് നിന്നും വിശദാംശങ്ങളുമായി ഷിബു ചേരുന്നു. ഷിബു, മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കുന്നത് വൈകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ കാട്ടാന എവിടെയാണ്? RRT അംഗങ്ങളും സംഘങ്ങളും കുങ്കിയാനകൾ അടക്കം സ്ഥലത്ത് തുടരുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ, ഇന്ന് രാവിലെ മുതൽ ഒരു പകൽ മുഴുവൻ നടത്തിയ ഈ ദൗത്യം ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. ഇപ്പോൾ ആന കുന്നിൻ മുകളിൽ നിന്ന് വീണ്ടും കുന്നിൻ ചെരുവിലേക്ക് ഇറങ്ങി വയലിൽ ഒരു വാഴത്തോട്ടത്തിനുള്ളിലാണുള്ളത്. ഇപ്പോൾ വനപാലകർ ദൗത്യസംഘം ഇപ്പോൾ അവിടെ പടക്കം പൊട്ടിച്ച് ആനയെ വാഴത്തോട്ടത്തിൽ നിന്നും പുറത്തു കടത്താനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ആനയെ മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ ഉടൻ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് ഒരു പകൽ മുഴുവൻ ഈ ദൗത്യസംഘത്തിൽ നാട്ടുകാരോടൊപ്പം തന്നെ വനപാലകരോടൊപ്പം തന്നെ പങ്കാളിയായിട്ടുള്ള മാനന്തവാടി മുനിസിപ്പൽ കൗൺസിലർ PVS മൂസ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. മാനന്തവാടി ഇപ്പോ ആന ഇറങ്ങിയിട്ട് 15 മണിക്കൂറോളായി. ഇതുവരെ അതിനൊരു നടപടിയായിട്ടില്ല. ജനങ്ങൾ വളരെ ഭീതിയിലാണ്. വിദ്യാർത്ഥികളടക്കം രാവിലെ ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ വളരെ സുരക്ഷിതമായി എല്ലാ വിഭാഗങ്ങളെയും മാറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും മാനന്തവാടി ഒരു ഹർത്താലിന്റെ ഒരു പ്രതീതിയാണ്. മാനന്തവാടി നഗരസഭ രാവിലെ മുതൽ ഇതിനോടൊപ്പം DFO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. പക്ഷേ വനപാലകർ ആവശ്യത്തിനുള്ള നടപടികളോ കാര്യങ്ങളോ ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇനി ഒരു മണിക്കൂർ ഇരുട്ടായി മയക്കുവെടി വെക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായും വനപാലകർ ഇതിന് ആവശ്യമായ കരുതലും അതിന് നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. മാനന്തവാടിയിൽ മുഴുവൻ ആളും ഒരു ഹർത്താൽ പ്രതീതിയാണ്. മുഴുവൻ ആളുകളും ഭീതിയിലാണ്. അപ്പോൾ എല്ലാവരും വളരെ വീടുകളിൽ അടച്ച് ഉള്ളിൽ ഇരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് മാനന്തവാടിയുടെ നഗരസഭയുടെ മുഴുവൻ ഭാഗങ്ങളുള്ളത്. നഗരസഭ രാവിലെ 6 മണി മുതൽ നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും അടക്കമുള്ള കൗൺസിലർ അടക്കമുള്ളവർ ഇതിനോടൊപ്പം ഉണ്ട്. DFO അടക്കം അതുപോലെ കളക്ടർ അടക്കം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഗൗരവമടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ സമയം വരെ അതിനാവശ്യമായ നടപടികൾ വനപാലകർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങാൻ വൈകിയതാണ് ഇതിനുള്ള ഒരു കാരണം. അതായത് മയക്കുവെടി വെക്കാൻ സാധിക്കാത്തതിന് കാരണം എന്നാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ മുതൽ തന്നെ കൃത്യമായി ആനയെ കാണുകയും ലൊക്കേറ്റ് ചെയ്യുകയും ആളുകളുടെ കാഴ്ചാപരിധിക്കുള്ളിൽ തന്നെ വനപാലകരുടെ കാഴ്ചാപരിധിക്കുള്ളിൽ തന്നെ ആന ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ പല ഇവരുമായി ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം ഈ ഉത്തരവ് പുറത്തിറങ്ങാൻ വൈകിയത് മൂലമാണ് ഇപ്പോൾ നേരം ഇരുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. വൃന്ദ, ഷിബു, അതേപോലെ തന്നെ ആന ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണെങ്കിൽ സമയം ഇനിയും അതിക്രമിക്കും. അപ്പോൾ സന്ധ്യ ആകുന്നതോടുകൂടി തന്നെ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം പരാജയപ്പെടുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? ഇപ്പോഴുള്ളത് ഈ വനപാലകരുടെ കാഴ്ചാപരിധിക്കുള്ളിലല്ല. അതായത് ഒരു വാഴത്തോട്ടത്തിനുള്ളിലാണ് കാട്ടാന ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഴത്തോട്ടത്തിൽ നിന്നും പുറത്തു കടന്നാൽ മാത്രമേ ഈ ദൗത്യ സംഘത്തിന് വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. അതായത് മയക്കുവെടി വെക്കാൻ കഴിയുകയുള്ളൂ. അവരിപ്പോൾ ആനയെ വാഴത്തോട്ടത്തിൽ നിന്നും പുറത്തു ചാടിക്കുന്നതിന് വേണ്ടി പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ജനങ്ങളോടൊപ്പം തന്നെ വനപാലകരോടൊപ്പം തന്നെ നിലനിന്നിരുന്ന മാനന്തവാടി കൗൺസിലർ PV ജോർജ് കൂടി ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം എന്താണ് സ്ഥിതി? രാവിലെ മുതൽ എന്തായിരുന്നു സ്ഥിതിഗതികൾ? രാവിലെ ഏതാണ്ട് 4 മണിക്ക് തന്നെ ആന ഇറങ്ങി മാനന്തവാടിയുടെ പരിസരത്തു കൂടി നടന്ന പ്രശ്നമുണ്ടായപ്പോൾ ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു ഓപ്പറേഷൻ ആരംഭിക്കാൻ കഴിഞ്ഞത്. രാവിലെ DFO മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ വൈകിയത് കൊണ്ടാണ് ഈ തടസ്സം നേരിട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ആനയെ മയക്കുവെടി വെക്കാനോ അല്ലെങ്കിൽ ആരെയും തുരത്താനോ ഉള്ള സംവിധാനം ഇല്ല. നേരെ മറിച്ച് ഇപ്പോൾ മയക്കുവെടി വെക്കും തുരുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം സൗകര്യങ്ങൾ അതിന് ലഭിച്ച തൊട്ടു മുതൽ തന്നെ ഗ്രൗണ്ടിൽ ആനയുണ്ടായിരുന്നു, തുറസായ സ്ഥലത്ത് ആനയുണ്ടായിരുന്നു. ആ സൗകര്യമൊന്നും വേണ്ടത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഉത്തരവ് ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ധരിക്കുന്നത് ഈ ആനയെ ഒരു മയക്കുവെടി വെച്ച് ഇവിടുന്ന് മാറ്റാനുള്ള നടപടിക്രമം നടക്കുന്നില്ല. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ചു. ദൗത്യമേഖലയിൽ നിന്ന് കൊമ്പൻ കുന്നിൻ ചെരുവിലേക്ക് മാറിയത് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു.
ഇപ്പോൾ ഒറ്റയാനെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ദൗത്യസംഘത്തിന്റെ ശ്രമം വിജയകരമായി തന്നെ ദൗത്യസംഘത്തിന്റെ ശ്രമം വിജയകരമാണ്.